നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. കുറെ നാളായി നമ്മള് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സാൽമൺ എന്ന് പറയുന്ന ഒരു ഫിഷാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട മുളക് പൊടി, ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ആവശ്യമുള്ള മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ അത്രയേ ഉള്ളൂ. അപ്പോൾ പുളി ഇങ്ങനെ ഉരുക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റ് ആകും. അതുകൊണ്ട് അത് പുളി ഇങ്ങനെ ഉരുക്കി വെച്ചിട്ടാണ് ഉരുക്കാൻ വേണ്ടി വെച്ചേക്കുകയാണ്. ഇഞ്ചി, പിന്നെ ഒരു ഇച്ചിരി സവാള എടുത്തിട്ടുണ്ട്. സവാള അങ്ങനെ നമ്മൾ എല്ലാവരും അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ കടുകുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കറിവേപ്പില ഇവിടെ തന്നെ വളരുന്ന സാധനമാണ്, ഫ്രഷായിട്ട് വളർന്നതാണ്. പണ്ട് എനിക്ക് ചെറിയ തയ്യായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ പഴയ വീഡിയോസിനകത്തുണ്ട്. ചെറിയ തയ്യായിരുന്ന സമയത്ത് ഞാൻ വളർത്തിക്കൊണ്ട് വന്ന സംഭവമാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ പറ്റിയ ഇത്ര ആയപ്പോഴത്തേനും നമ്മൾ ഇതിനകത്തോട്ട് എടുത്ത് വെച്ചാണ്, വീട്ടിനകത്തേക്ക് എടുത്ത് വെച്ചതാണ്. അപ്പം ഇത് ഇത്രയും വലുതായിട്ടുണ്ട്. അപ്പം എല്ലാ വീട്ടിലും കാണും അതേപോലെ ഒരു കറിവേപ്പില നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കറിവേപ്പില. അയൺ കാസ്റ്റിൻ്റെ ഒരു പാത്രമാണ്. നമുക്ക് അതിനകത്തോട്ട് ശരി എണ്ണ ഒഴിക്കാം. കുറച്ച് മതിയാണ്. കടുവാണ് കുറച്ച് തോനെ നല്ലതാണ്. വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക്, മുളക് പൊടി, കുറച്ച് ഇതിനകത്തോട്ടിടാം. മീനൊന്ന് വെട്ടി ക്ലീൻ ആക്കി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് വരുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. അതാണ് നമുക്ക് മെനക്കിടുന്ന സമയം. ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. ടപ്പ് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ മീൻ ശരിയാകുന്ന സമയം വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അതായത് ഒരു 15-20 മിനിറ്റിനുള്ളിൽ അത് ശരിയാവും. കാരണം ലോ ഫ്ലെയിമിലാണ് ഹീറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 15-20 മിനിറ്റ് ആവും. അപ്പോഴത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലേ? നിങ്ങളുടെ ട്രംപച്ചാൻ സ്ഥാനം ഒഴിയുകയാണ്. പുള്ളിക്കാരൻ ഇതുവരെ സംഭവിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ ജോ അങ്കിളും കമല ആൻറ്റിയും കൂടെ അടുത്ത ഇലക്ഷൻ ജയിച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ കമല ആൻറ്റി. അപ്പോൾ അത് ഒരു സൈഡിൽ നടക്കുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, സ്വർണ്ണക്കടത്തും പരിപാടിയൊക്കെ നാട്ടിൽ നടക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും വളരെ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ പോകുന്നത്. കൊറോണ വൈറസിന്റെ കേസ് ഇവിടെ ഇപ്പം 10 മില്യൺ ആൾക്കാർ ആണ് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊപ്പം ഒരു സ്റ്റോറി ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുകയായിരുന്നു. എൻ്റെ ലൈഫിൽ നേഴ്സ് ആയതിനു ശേഷം റീസെൻ്റ്ലി ഞാൻ ഒരു കാർഡിയാക് ICUലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ട്രാൻസ്പ്ലാന്റ്, പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ പ്രീ ട്രാൻസ്പ്ലാന്റ് 2 യൂണിറ്റ് ഉണ്ട്. ഞങ്ങളങ്ങനെ അതിനകത്താണ് വർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റേസിസം എന്ന് പറയുന്ന ഒരു എന്താ പറയുക ക്യാൻസർ പോലെ കാർന്ന് തിന്നുന്ന ഒരു സംഭവം നമ്മൾ
എല്ലാ നാട്ടിലും വെച്ചാൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ നാട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഉണ്ടാവില്ല, അത് അവിടെ പിന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇവിടെ റേസിസം, ബ്ലാക്ക് അമേരിക്കൻസ്, വൈറ്റ് അമേരിക്കൻസ്, ലറ്റീനോസ്, ഏഷ്യൻ അമേരിക്കൻസ് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് ട്രംപ് ഇപ്രാവശ്യം തോറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം റേസിസ്റ്റ് ഇഷ്യൂ ആണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ അവിടെ ഒരു പേഷ്യന്റ് വന്ന് കാർഡിയക് അറസ്റ്റ് ആയിട്ടാണ് പേഷ്യന്റ് വന്നത്. ആരൊക്കെ CPR കൊടുത്ത് കൊണ്ടുവന്നു. ഞങ്ങൾ അദ്ദേഹത്തെ തണുപ്പിച്ചു. കാർഡിയക് അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ വിറ്റ്നസ് കാർഡിയക് അറസ്റ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യും ഹൈപ്പോതെർമിയ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യും. ആ ഹൈപ്പോതെർമിയ ഇനിഷ്യേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡീനെ ഒരു 33 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് നമ്മുടെ ബോഡീനെ അങ്ങ് കൂൾ ചെയ്യും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തെ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഞങ്ങള് അദ്ദേഹത്തിന്റെ റെക്കോർഡുകളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം ഒരു ട്രാൻസ്പ്ലാന്റ് സൈനപ്പ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ നമ്മൾ ലൈസൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്പ്ലാന്റ് സൈനപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഓർഗൻ ആർക്കെങ്കിലും കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഓപ്ഷനിൽ അദ്ദേഹം സൈനപ്പ് ചെയ്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ഒരു ട്രാൻസ്പ്ലാന്റ് ഡോണറാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പ്ലാന്റിന്. ഞങ്ങളുടെ ഒരു യൂണിറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആയതുകൊണ്ട്, ഓർഗൻ ഡൊണേഷൻ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ വൈപ്പ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പച്ച കുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റ് പ്രൈഡ്. വൈറ്റ് എന്ന് ഇവിടെ ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട്, പച്ച കുത്തിയിട്ടുണ്ട്. പ്രൈഡ് എന്നുള്ളത് ഈ സൈഡിൽ എഴുതിയിട്ടുണ്ട്. വൈറ്റ് പ്രൈഡ് എന്നുള്ള ഒരു പച്ചയാണ് അദ്ദേഹം കുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ഒരു റേസിസ്റ്റ് മെന്റാലിറ്റി ഉള്ള മനുഷ്യനായിരിക്കാം. പക്ഷെ അദ്ദേഹം സുഖമില്ലാതെ കിടന്ന സമയത്ത്, അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടന്ന സമയത്ത് അദ്ദേഹത്തെ പരിചരിച്ചത് ഒന്ന് ഞാൻ പരിചരിച്ചു. ഞാനൊരു ബ്രൗൺ പേഴ്സൺ ആണ്, ഞാൻ അദ്ദേഹത്തിന്റെ നേഴ്സായിരുന്നു. പല ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പല ദിവസങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ നേഴ്സായിരുന്നു. റെസ്പിറ്റോറി തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തെ ഡേ ഷിഫ്റ്റിൽ ടേക്ക് കെയർ ചെയ്തിരുന്നത് ഒരു ലറ്റീനോ അല്ലെങ്കിൽ ലറ്റീനോ ബാക്ക്ഗ്രൗണ്ടോ മെക്സിക്കൻ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു നേഴ്സായിരുന്നു. ഞാൻ പറയാൻ വരുന്ന അൾട്ടിമേറ്റ് കാര്യം ഇതാണ്: നിങ്ങൾ എത്രത്തോളം റേസിസ്റ്റം ആണെങ്കിലും, എത്രത്തോളം മതപരമായി നിങ്ങൾ വളരെയധികം പ്രൈഡുള്ള മനുഷ്യനാണെങ്കിൽ തന്നെ നിങ്ങളുടെ അവസാന ഘട്ടങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ വെറുത്തിരുന്ന ആൾക്കാർ തന്നെ ആയിരിക്കാം നിങ്ങളെ പരിചരിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഈ മനുഷ്യന്റെ ഓർഗൻ ഡൊണേഷൻ അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ കടന്നുപോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ 3 ഓർഗൻസ് ആണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ആ 3 ട്രാൻസ്പ്ലാന്റ് ചെയ്ത 3 അതിൽ ഒരു ഓർഗൻ കിട്ടിയത് ഒരു ബ്ലാക്ക് അമേരിക്കൻ വ്യക്തിക്കാണ്. അത് നമ്മൾ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ ആർക്കാണ് കിട്ടിയെന്നുള്ളത്. പക്ഷെ ഒരു ബ്ലാക്ക് അമേരിക്കൻ വ്യക്തിക്കാണ്. ജീവിതകാലം മൊത്തവും വൈറ്റ് പ്രൈഡുമായിട്ട് നടന്നൊരു വ്യക്തിയുടെ അവസാന നിമിഷം നോക്കിയത് മുഴുവനും വൈറ്റ് ആൾക്കാരല്ല. അദ്ദേഹത്തിന്റെ ഓർഗൻ ഇപ്പോഴും ഏതോ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വ്യക്തിയുടെ ദേഹത്തിരുന്ന് തുടിക്കുന്നുണ്ട്. വളരെ നാളുകളായി ഞാൻ എൻ്റെ സ്റ്റോറി ലൈനിൽ ഇങ്ങനെ പറയണം എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ ചാനലിലൂടെ പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കുക്കിംഗ് വിത്ത് സം സ്റ്റോറി ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രചോദനമാട്ടെ. നഴ്സിംഗ് ആയിട്ട് ലോകത്തിൻ്റെ അനേകം ഏരിയകളിൽ പോകുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരനുഭവിക്കുന്ന റേസിസം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പം ഓരോ നഴ്സുമാരോട്, ഇപ്പം യൂറോപ്പിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരോട് ചോദിച്ചാൽ, അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളി നഴ്സുമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ റേസിസം എന്ന് പറയുന്ന അണു, ഈ വൈറസിനേക്കാൾ കൂടുതൽ, കൊറോണ വൈറസിനേക്കാൾ കൂടുതൽ റേസിസം എന്ന് പറയുന്ന അണു അവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാകും. അതൊരു പക്ഷേ ഒരു വ്യക്തിയുടെ റോളിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലായിരിക്കാം, ഒരു സമൂഹത്തിന്റെ രീതിയിലായിരിക്കാം. പക്ഷെ എന്തായാലും നഴ്സുമാർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് ആ കഥകൾ കേൾക്കാം. വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ മീൻകറിയിലേക്ക് പോവുകയാണ്. നമുക്ക് മീൻകറി എന്തായി എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇച്ചിരി വെച്ചെണ്ണ ഒഴിച്ചു വിട്ടു കഴിഞ്ഞാൽ
നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി. നല്ല അടിപൊളി പുളി ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചേർന്നിട്ടുണ്ട്. എരിവുണ്ട്, ഉപ്പുണ്ട്, എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും മീൻകറി ഉണ്ടാക്കാൻ അറിയാം എന്നാലും. അപ്പം നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പം പുതിയ പുതിയ സ്റ്റോറികളും കുക്കിംഗ് വീഡിയോസും റിവ്യൂ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ സ്റ്റേ ട്യൂൺ. എല്ലാവരും സേഫായിട്ടിരിക്കുക. കൊറോണ വൈറസിനൊക്കെ വാക്സിനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. പക്ഷേ മാസ്ക് യൂസ് ചെയ്യുക. അതുവരെയും ഗുഡ് ബൈ, ടേക്ക് കെയർ.